അദ്ദേഹത്തിൻ്റെ അധികം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിൽ സഹോദരി സ്നേഹം ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ച് തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കവുമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. ഈ കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാലിന്റെ BJP രംഗപ്രവേശനം അല്ലെ BJPയിലേക്കുള്ള ടിക്കറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരൻ അല്ലെ ആങ്ങള മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടിവെട്ട് പ്രസംഗമൊക്കെ കേട്ട് കുറച്ച് കോൺഗ്രസ്സുകാർക്കും അതേപോലെ ലീഗുകാർക്കും ഒക്കെ വലിയ രീതിയിലുള്ള ആശ്വാസം, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ. ഇനി ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, ആങ്ങളെ പങ്ങളെ ബന്ധമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ കച്ചവടം അല്ലെ ഞങ്ങളെ തറവാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വത്ത് അത്തരത്തിൽ യാതൊരു ബന്ധങ്ങളില്ല, അച്ഛനൊന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ഈ വർഗീയ ചേരിയിലേക്ക് പോയ പത്മജ വേണുഗോപാലുമായിട്ട് ഇനിയൊരു ബന്ധവുമില്ല. അപ്പം അതേപോലെ പിതാവിൻ്റെ ആത്മാവ് പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിവെട്ട് കട്ട ഡയലോഗൊക്കെ ആയിട്ട് മുരളീധരൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് കോൺഗ്രസ്സുകാരും അതേപോലെ ലീഗുകാരൊക്കെ കുമ്പിട്ട് വീഴും. ഇത്രയും വലിയൊരു ദേശസ്നേഹിയെ, കോൺഗ്രസ് സ്നേഹിയെ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആത്മകഥമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നിങ്ങൾ കേൾക്കണം, അല്ലെ ഓർക്കണം. കേട്ടിട്ട് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ചരിത്രം മറക്കരുത്. ചരിത്രം മറക്കുന്നവരെയാണ് വിഡ്ഢികളാകുന്നത്. സംഘപരിവാരവും വളരുന്നതും അവരുടെ ചരിത്രം, സംഘപരിവാരത്തിന്റെ ചരിത്രം നാം മറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഘപരിവാരം വളരുന്നത്. അതേപോലെ ഇത്തരം കൂലംകുത്തികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂലംകുത്തികളെയും നിങ്ങൾ മറക്കരുത്. കാരണം കരുണാകരൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന ആദർശ ശുദ്ധിയുള്ള മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കുറെ കാലം സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിനുശേഷം മന്ത്രിസ്ഥാനവും മറ്റ് സ്ഥാനങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മുരളീധരൻ എന്ന് പറയുന്ന ആനയെ വെടിവെച്ചിട്ടൊരു മയക്കുവെടി വെച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ നൽകുകയുള്ള മയക്കുവെടി വെച്ചുകൊണ്ട് തളർത്തിയത്. അതിനുശേഷമാണ് കോൺഗ്രസിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. അതിനുശേഷമുള്ള ഓരോ കാലയളവിലും മുരളീധരൻ ഒരു തരത്തിലും സ്ഥാനമാനങ്ങൾ വിട്ടുമാറി ഒഴിഞ്ഞു നിന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കില്ല. മത്സരിക്കുന്ന സമയത്ത് ഒന്നുകിൽ MLA സ്ഥാനം, അല്ലെ MP സ്ഥാനം, അല്ലെ മന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് സ്ഥാനം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം. ഈ രീതിയിൽ കരുണാകരന്റെ ഈ രണ്ടുപേരും ഈ പറയുന്ന ഇപ്പൊ പത്മജ വേണുഗോപാൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ല, പിന്നെ അതേപോലെ പുറത്താക്കുന്നു, പടിയടച്ച് വെച്ചതുപോലെയുള്ള സമീപനം ആ പറയുന്ന അവസരത്തിൽ പോലും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, DCC കമ്മിറ്റി അംഗം, സംസ്ഥാന കമ്മിറ്റി എന്തോ ഭാരവാഹി കൂടിയാണ്. ഇത്തരത്തിൽ അധികാരമൊഴിഞ്ഞ ഒരു നിമിഷം പോലും ഇവരില്ല. കരുണാകരന്റെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഇത്രയും കാലം തണലിൽ വളർന്നവരാണ് ഈ രണ്ടുപേരും. ഇനി നിങ്ങൾ ഈ പറയുന്ന മുരളീധരന്റെ ആത്മശുദ്ധിയും കോൺഗ്രസിന്റെ യഥാർത്ഥ സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകണം, എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ വരുന്ന ഈ പാർലമെന്റ് ഇലക്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഒരു ടേമിലൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മശുദ്ധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത്തരം വിടുവായുത്തത്തിലും അതേപോലെ പഞ്ച് ഡയലോഗിലൊന്നും വീണിട്ട് ഇതിലും വലിയ നേതാവ് ഞങ്ങളെ ഇനി വരാനില്ല എന്നും ആരും ധരിക്കേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രവും മറിച്ചൊന്നല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് കരുണാകരനുമായി തല്ലുണ്ടാക്കി പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. ഇപ്പൊ മരിച്ചുപോയ കരുണാകരന്റെ നിത്യശാന്തിക്ക് ആത്മാവിന് പൊറുക്കില്ല, അല്ലെ നിത്യശാന്തി ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് വരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി ഒരു ഭക്ഷണം വിരുന്നിന് ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയല്ല ആര് ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവും, അതിലൊരു തർക്കവുമില്ല. അതേ സ്ഥാനത്ത് ഈ ഒരു പ്രസ്താവനയ്ക്ക്, ആ സമയത്തുള്ള പ്രസ്താവനയ്ക്ക് മാധ്യമങ്ങളോടുള്ള അഭിപ്രായമൊക്കെ കേട്ടിട്ട് ഒരു BJPയുടെ നേതൃത്വം എന്നതിലുപരി
അല്ലെ BJP ഒരു പ്രതിനിധി എന്നതിലുപരി രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി അല്ലെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ സൽക്കാരത്തിന് വിളിച്ചാൽ പോകേണ്ടത് വരില്ലേ എന്നൊക്കെ നിഷ്കളങ്കരായ ചില കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കുറച്ച് ആളുകൾക്കൊക്കെ തോന്നിയേക്കാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനു മുന്നേ നമ്മുടെ കേരള സർക്കാർ ഇതേപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതേപോലെ ഒരു സൽക്കാരത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, അങ്ങനെ മുഖ്യമന്ത്രിയുടെ സൽക്കാരത്തിന് പോയിട്ട് അല്ലെ പോകാതിരുന്നിട്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ തകരട്ടെ, CPM-ന്റെ ഒരു സൽക്കാരത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്തേണ്ടതില്ല, അവരെ സൂചിപ്പിച്ചുകൊണ്ടല്ല അവരുടെ സൽക്കാരവും ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന ഒരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ഒരു കപട രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഘപരിവാരത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന് ഇത്തരത്തിലുള്ള 2 വീഡിയോകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ നമുക്ക് അദ്ദേഹത്തിന്റെ നിലപാട് നമുക്കൊന്ന് കേട്ടുനോക്കാം. മുൻകാലത്തുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അതിന്റെ ചായ കുടിക്കുന്നതാണ് കോൺഗ്രസിൽ വേണ്ട. അങ്ങനെ പോകുന്നവര് പോട്ടെ. അങ്ങനെ കോൺഗ്രസും ലീഗും ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെ ഇല്ലാതാവുന്നതാണ് നല്ലത്. പിണറായിന്റെ ചായ കുടിച്ചാലേ കോൺഗ്രസ് ഉണ്ടാവുള്ളൂ ഈ നാട്ടിലെങ്കിൽ ഇവിടെ വേണ്ട. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. എന്ന് വെച്ച് പേഴ്സണലായിട്ടൊന്നും ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാവുന്ന ഒന്നുമല്ല ഈ രാജ്യത്തിന്റെ മതേതര. അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധത എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ 2 വീഡിയോകൾ മാത്രം മതിയാകും.